Hello guys, welcome back to Onroad. Onroad's പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് Mercedes Benz 2012 മോഡൽ C Class ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ വർക്ക് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡ് കണ്ടോ ഡാമേജ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ക്വാർട്ടർ പാനൽ മുതൽ ഫ്രണ്ട് ബമ്പർ വരെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അത് ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലോറി സൈഡിൽ വരുത്തിയിട്ടാണ് ഇത്രയും ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബമ്പർ മുതൽ ക്വാർട്ടർ പാനൽ രണ്ട് ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ഓൺ റോഡിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റിയോട് കൂടി ജെന്യൂൻ പാർട്സ് ഉപയോഗിച്ച് തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ എങ്ങനെയാണ് തിരിച്ച് റീകണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീഡിയോ കാണാം. Searching for the moments I'm a little less 25, a little less 25, a little less. Searching for the moments I'm a little less 20, a little less 25. You are my lucky charm. I hold you close in the night in my arms. And when we open our eyes, my worries fade away. 'Cause you gave me your heart in the light of day, in the light of day. when we open our eyes.
I'm a lucky charm. I hold you close in the night in my arms. And when we open our eyes, my worries fade away. 'Cause you gave me your heart in the light of day, the light of day. സോ ഇതാണ് നമ്മുടെ മെഴ്സിഡസ് ബെൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം വർക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു എൻ്റയർ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ക്വാർട്ടർ പാനലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ അതുപോലെ തന്നെ മറ്റ് വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് പുട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മസ്റ്റായിട്ടും ഈ ഒരു പാർട്ടൊക്കെ റീപ്ലേസ് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഒരു ലക്ഷറി വെഹിക്കിളൊക്കെ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ കയ്യിൽ നിന്ന് കൂട്ടേണ്ടി വരും. അതായത് ടോട്ടൽ 1 lakh ഒക്കെ ആണെങ്കിൽ അപ് ടു 50,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് പാർട്സ് റീപ്ലേസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ 30,000 മുതൽ 50,000 വരെ കയ്യിൽ നിന്ന് വരാം. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാതെ മാക്സിമം ഡെൻഡ് ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ഫണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് പ്രോപ്പറായിട്ട് റീപ്ലേസ് ഇല്ലാതെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് വീഡിയോ അതുപോലെ തന്നെ ഇതിൻ്റെ ബിഫോറൊക്കെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഡാമേജ് ഉണ്ടായിരുന്നു, അത് എങ്ങനെ ക്ലിയർ ചെയ്തെടുത്തു എന്നുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം വർക്ക് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒരുപാട് വർക്ക്സ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വെഹിക്കിളിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.